Hi guys, welcome to our channel. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആയിട്ടാണ്. നമുക്ക് ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയതും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നതിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതും ആയ ഒരു ഡ്രിങ്കാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്കാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 2 ഫ്രാഷൻ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. നല്ല മധുരമുള്ള ഫ്രാഷൻ ഫ്രൂട്ടാണ്. അത് നമുക്ക് രണ്ടും ഒരു ബൗളിലേക്ക് അതിൻ്റെ ജെല്ല് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ജെല്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്ന ഐറ്റംസാണ് ഏലക്കായ, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കസ്കസ്, പിന്നെ തണുത്ത വെള്ളം, പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഐസ് ക്യൂബാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു ഗ്യാസിലേക്ക് ഒരു പാത്രം വെക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3-4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഏലക്കായുടെ സ്മെല്ലൊക്കെ പഞ്ചസാര സിറപ്പിൽ മിക്സ് ആവണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടാണ്. ഫ്രാഷൻ ഫ്രൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് പഞ്ചസാര സിറപ്പും ഫ്രാഷൻ ഫ്രൂട്ടും തമ്മിൽ നന്നായിട്ടൊന്ന് സോട്ടാകണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കണ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. പ്ലസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ചുകൂടി പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കസ്കസ് ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 3-4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം. ഇനി നമ്മൾ അതിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി മിക്സ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഈ ഫ്രാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്. ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. ഇപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3 ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമത്തതും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഡ്രിങ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡ്രിങ്കാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഫ്രാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഡ്രിങ്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം.